ഇപ്പോഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്, വൈറ്റ് ഹൗസ് ഇപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളുമായി സംസാരിച്ചു, അതായത് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് മുൻപിലേക്ക് എത്തുകയാണ്. അതായത് നാറ്റോ സെക്രട്ടറി ജനറലാണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ തലവന്മാരുമായിട്ട് പ്രസ് സെക്രട്ടറി, വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നാറ്റോ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വരികയാണ്. എന്താണ് അദ്ദേഹം സംസാരിച്ചതെന്ന് സ്വാഭാവികമായിട്ടും അറിയേണ്ടതുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷമാണ് ഇങ്ങനൊരു കോൺവെർസേഷൻ, ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായിരിക്കുന്നത്. എന്ത് കാര്യങ്ങളാണ് സംസാരിച്ചതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ഇനി മുൻപിലേക്ക് എത്തേണ്ടതുണ്ട്. സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട്. സുരേഷ്, നേരത്തെ ഉണ്ടായിട്ടുള്ള ബഹ്റൈനിൽ ഉണ്ടായിട്ടുള്ള ആക്രമണമായിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്, ഡ്രോൺ ആക്രമണം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? പുതിയൊരു ആക്രമണം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അല്പം മുൻപ് കുവൈറ്റിലാണ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് ഈ ഒരു ആക്രമണ പരമ്പരയിൽ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം നടക്കുന്നത്. കുവൈറ്റിലെ അൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായത്. അല്പം മുൻപ്, ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായതെന്നാണ് അവിടെ നിന്നുമുള്ള റിപ്പോർട്ട് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് അൽ അഹമ്മദി കേന്ദ്രം. നിരവധി ഒരു എണ്ണ ശുദ്ധീകരണശാലയല്ല അവിടെ മാത്രമല്ല ഉള്ളത്, അവിടെ നിരവധി എണ്ണ ശുദ്ധീകരണശാലകളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് ഒരു ദിവസം ഏതാണ്ട് 7,30,000 ബാരൽ എണ്ണയാണ് അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നത്, വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. അത്രയ്ക്ക് വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് ഈ അൽ അഹമ്മദിയിലുള്ളത്. അവിടെയാണ് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി സുരേഷ് അറിയേണ്ടത്, അതായത് കുവൈറ്റിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയേണ്ടത് എന്താണ്? ഇറാൻ പറയുന്നത് അവർ സ്വാഭാവികമായിട്ടും ആക്രമിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായിട്ടുള്ള അൽ അഹമ്മദി എങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് സമീപത്തായിട്ട് ഇങ്ങനെ US-ന്റെ സൈനിക താവളങ്ങൾ ഉണ്ടോ? ഈ പറയുന്ന അൽ അഹമ്മദിയോട് ചേർന്ന് അമേരിക്കയുടെ സൈനിക താവളം ഒന്നും കുവൈറ്റിലില്ല. കുവൈറ്റിൽ ഉള്ളത് വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 50ഓളം കിലോമീറ്റർ അകലെയാണ് വ്യോമത്താവളമുള്ളത്. അൽ അഹമ്മദിയിലൊന്നുമില്ല. അൽ അഹമ്മദിയിലേക്ക് ഡ്രോൺ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കൻ സൈനിക കേന്ദ്രം ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് വളരെ കൃത്യമായി തന്നെ എണ്ണ ശുദ്ധീകരണശാലയിലേക്കാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് ഈ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇറാൻ ആ നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത്, കൃത്യമായി ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. അതും കൃത്യമായ ആൾതാമസമുള്ള കെട്ടിടങ്ങളിലേക്ക്, അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിര കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് ആക്രമണം നടത്തുന്നത്. ബഹ്റൈനിലെ മനാമയിലും അതോടൊപ്പം തന്നെ മുഹറാഖിലും ഉണ്ടായിട്ടുള്ള ആക്രമണം അതൊക്കെ തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് ആൾതാമസമുള്ള കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും വലിയ പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലും വിമാനത്താവളത്തിലും റിഫൈനറിയിലും ഒക്കെ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക വൈറ്റ് ഹൗസ് തന്നെ നേരിട്ട് GCC രാജ്യങ്ങളുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമല്ല, ഈ പൊതുജനങ്ങൾക്ക് അപകടം വരുത്തുന്ന വിധത്തിലുള്ള ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു ഇടപെടൽ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിട്ടുണ്ടാകുക. മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തോടു കൂടി UAE പ്രസിഡന്റ് വ്യക്തമാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവരും രാജ്യം സുരക്ഷിതമാണ്, ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ UAE വളർത്തു രാജ്യമായി കാണുന്ന പ്രവാസികൾക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭരണകർത്താക്കളൊക്കെ തന്നെ സ്വദേശികൾക്കും അതോടൊപ്പം ആരും ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും ഈ ആക്രമണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ നേരത്തെ നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വൈറ്റ് ഹൗസ് ഈ രാജ്യങ്ങളുടെയൊക്കെ പരമാധികാരികളുമായിട്ട്, നേതാക്കളുമായി സംസാരിച്ചു, ഭരണകർത്താക്കളുമായി സംസാരിച്ചു എന്നറിയാൻ സാധിക്കുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേഷൻസ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? സുരേഷ്, ഇപ്പോൾ അല്പം മുൻപ് ഈ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്നുമുള്ള കുവൈറ്റ് റിഫൈനറിയിൽ നിന്നുമുള്ള വിവരം വരികയായിരുന്നു. അത് ചെറിയ ആക്രമണമല്ല, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള വിധത്തിലുള്ള ചെറിയ ആക്രമണമല്ല.
റിഫൈനറിയിൽ ഉണ്ടായിട്ടുള്ളത് വലിയ ആക്രമണമാണെന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ ആക്രമണത്തിന്റെ തോതും മറ്റു കാര്യങ്ങളുമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. റിഫൈനറിക്ക് തീപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളുകളിരുന്ന് കത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഏതായാലും വലിയ ആക്രമണമാണ് റിഫൈനറിയിൽ ഉണ്ടായിട്ടുള്ളത്. ചെറിയൊരു ആക്രമണമല്ല ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. മലയാളികൾ അടക്കമുള്ള ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അൽ അഹമ്മദി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ആക്രമണത്തിന്റെ ഒക്കെ ഒരു ആഴം ഒക്കെ അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ഒരുപക്ഷെ അല്പം കൂടെ സമയം നമുക്ക് വേണ്ടിവരും. ഏതായാലും കുവൈറ്റിൽ ഇത്രയ്ക്ക് വലിയൊരു ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.